ഈശ്വമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് സിസ്റ്റർ സിസി. ഞാൻ ദിവികാരുണ്യ ആരാധന സന്യാസിനി സമൂഹത്തിലെ കാഞ്ഞിരപ്പള്ളി പ്രോവിൻസിലെ ഒരംഗമാണ്. ഇപ്പോൾ ഞാൻ ആയിരിക്കുന്നത് മുറിഞ്ഞപുഴ മഠത്തിലാണ്. എനിക്ക് പരിശുദ്ധ അമ്മ വഴി ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുവാനും അമ്മയുടെ മധ്യസ്ഥത്തിലൂടെ അമ്മയുടെ പ്രിയപ്പെട്ട ഒരു മകളായി വളർന്നു വരുവാനും എന്നെ അനുവദിച്ച ഈശോയുടെ ആ വലിയ കൃപയ്ക്ക് അമ്മയോട് ചേർന്ന് നന്ദി പറയുവാനായി ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ചെയ്യുന്ന ശുശ്രൂഷകൾ ഏതാണ്ട് 30 വർഷത്തിലധികമായി നവീകരണ പ്രസ്ഥാനത്തിലായിരുന്നു കൊണ്ട് ഈശോയുടെ വചനം ലോകം മുഴുവൻ പ്രഘോഷിക്കുകയാണ്. യൂദയായാലും സമരിയായാലും ജെറൂസലേമിലും നിങ്ങളെനിക്ക് സാക്ഷികളായിരിക്കണം. ലോകത്തിൻ്റെ അതിർത്തികൾ വരെ നിങ്ങൾ എനിക്ക് സാക്ഷ്യം വഹിക്കണം. ഈശോയുടെ വചനത്തിൻ്റെ അഭിഷേകം സ്വീകരിച്ചുകൊണ്ട് വചന ശുശ്രൂഷയിലൂടെ നീങ്ങുന്ന എനിക്ക് എൻ്റെ ജീവിതത്തിൽ മുഴുവനും പരിശുദ്ധ അമ്മയുടെ കരങ്ങളാണ്. പ്രിയപ്പെട്ട മാതാപിതാക്കളിലൂടെ എനിക്ക് ലഭിച്ചതാണ് ഈ പരിശുദ്ധ അമ്മയോടുള്ള ഈ വലിയ സ്നേഹവും ആ ഭക്തിയും. എൻ്റെ അമ്മ വലിയൊരു മരിയ ഭക്തിയുള്ള ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു. എൻ്റെ വീട് കാഞ്ഞിരപ്പള്ളി രൂപതയിൽ ആനക്കല്ല് ഇടവകയിലാണ്. ഞങ്ങളെല്ലാവരും കാഞ്ഞിരപ്പള്ളിയുടെ തിലകക്കുറിയായി കുടികൊള്ളുന്ന പരിശുദ്ധ അമ്മയുടെ അങ്കണം അക്കരപ്പള്ളി. അക്കരെ അമ്മയാണ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ശക്തി കേന്ദ്രമെന്ന് പറയുന്നത്. 8 നോയമ്പായാൽ എൻ്റെ അമ്മ പള്ളി വിട്ട് ഒരു സ്ഥലത്തേക്കും പോകില്ല. അവിടെ ഏറെ ത്യാഗത്തിലും ഏറെ ഉപവാസത്തിലും പ്രാർത്ഥനയിലുമായിരിക്കുന്ന എൻ്റെ അമ്മയാണ് ചെറുപ്പം മുതൽ ഞാൻ കണ്ടിട്ടുള്ളത്. ആ പള്ളിയിലൂടെയാണ്, അക്കരയമ്മയുടെ സവിധത്തിലൂടെയാണ് എൻ്റെ ജീവിതത്തെ ഞാൻ മുന്നോട്ട് നയിച്ചത്. പരിശുദ്ധ അമ്മയോട് എപ്പോഴും ഞാൻ പറയുമായിരുന്നു, അമ്മേ എന്നെ നല്ലൊരു സിസ്റ്റർ ആക്കണമേ എന്ന്. കുഞ്ഞുനാളിൽ പഠിക്കുന്ന കാലഘട്ടം മുതൽ അമ്മയുടെ സവിധത്തിൽ പോയി പ്രാർത്ഥിക്കുകയും അമ്മയുടെ മധ്യസ്ഥം തേടുകയും ചെയ്യുമായിരുന്നു. വീണ്ടും ജപമാല ഭക്തിയിലേക്ക് വരുവാൻ എനിക്ക് ഏറ്റവും പ്രചോദനം നൽകിയ എൻ്റെ ആത്മീയ പിതാവാണ് അഭിവന്യ പൗത്തിൽ തിരുമേനി. പൗത്തിൽ തിരുമേനി എൻ്റെ ചെറുപ്പകാലം മുതൽ പിതാവുമായിട്ടുള്ളൊരു വലിയ വ്യക്തിബന്ധം എനിക്കുണ്ട്. എൻ്റെ വീടിൻ്റെ അടുത്ത് പിതാവിൻ്റെ ഇളയമ്മ താമസിക്കുന്നുണ്ട്. പിതാവ് അവിടെ വരുന്ന ആ സമയങ്ങളിലൊക്കെ കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ മുതൽ പിതാവിനോട് അടുത്ത് ചേർന്ന് നിൽക്കുവാനും മരിയ ഭക്തിയിൽ പ്രത്യേകിച്ച് ജപമാല ചെല്ലണം, ജപമാല കുഞ്ഞിലെയൊക്കെ പിതാവ് എനിക്ക് തരികയും പിതാവ് എന്നെ അതിന് പ്രോത്സാഹിപ്പിക്കുകയും എപ്പോഴും എന്നോട് പറയും, അമ്മയോട് മധ്യസ്ഥം തേടണം, ഒരു വിശുദ്ധയായിട്ട് ജീവിക്കണം. അങ്ങനെ പിതാവിൻ്റെ വലിയൊരു പ്രചോദനം എനിക്കുണ്ട്. അതുപോലെ എൻ്റെ ചെറുപ്പകാലത്ത് എനിക്ക് അമ്മയോടുള്ള സ്നേഹത്തിൽ വളരാൻ എന്നെ സഹായിച്ച 2 ആത്മീയ പിതാക്കന്മാരാണ് റവറൻഡ് ഫാദർ പോൾ വടക്കേത്തും റവറൻഡ് ഫാദർ ജേക്കബ് കാഞ്ഞിരത്തിനാലും. അവർ 2 പേരും ഇന്ന് സ്വർഗത്തിലിരുന്നു കൊണ്ട് എനിക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നുണ്ട്. വളരെ ചെറുപ്പത്തിൽ തന്നെ ജപമാലയിലുള്ള ആ ഭക്തിയിൽ വളരുവാൻ എന്നെ ഏറെ സഹായിച്ച പിതാക്കന്മാരാണ് ഇവരൊക്കെ. എൻ്റെ കുടുംബ സാഹചര്യം, എൻ്റെ അപ്പനും അമ്മയും ഏറെ അമ്മയുടെ അടുത്തേക്ക് കടന്നു ചെല്ലുവാനും പരിശുദ്ധ അമ്മയോട് ചേർന്നൊരു ജീവിതം നയിക്കുവാനും പരിശുദ്ധ അമ്മയ്ക്ക് പ്രതിഷ്ഠിതമായി മക്കളെ വളർത്തുന്നതിൽ എൻ്റെ മാതാപിതാക്കൾ ഏറെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിലൂടെയാണ് എനിക്ക് ഈ ജപമാലയിലേക്ക് കടന്നു വരുവാനായിട്ട്, ഈ ഭക്തിയിലേക്ക് കടന്നു വന്ന് അമ്മയുടെ മധ്യസ്ഥം തേടിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ.
സങ്കടങ്ങൾ സഹിക്കേണ്ടി വന്നു. ഏറെ സ്നേഹത്തോടും സന്തോഷത്തോടും ഒരു വിശുദ്ധയാകാൻ വേണ്ടി കടന്നു വന്ന എനിക്ക് കനോനിക ഇയറിൽ ഒരു രോഗം വന്നെന്നെ വല്ലാതെ വിഷമിപ്പിച്ച് കളഞ്ഞു. ഒരു വലിയ രോഗപീഠയായ മൈഗ്രെയിൻ, തലവേദന, അത് വന്ന് ഒരുപാട് എന്നെ തളർത്തിക്കളഞ്ഞു. എൻ്റെ സന്യാസ ജീവിതം മുൻപോട്ട് പോകുവാൻ പറ്റുമോ എന്ന് പോലും ഞാൻ ശങ്കിച്ചു പോയി. പക്ഷേ എൻ്റെ ആത്മീയ പിതാക്കന്മാരായ അഭിവന്ദ്യ പൗത്തിൽ തിരുമേനിയും എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളും, പ്രത്യേകിച്ച് എൻ്റെ അമ്മ, എൻ്റെ അച്ചാച്ചൻ, എൻ്റെ സഹോദരങ്ങൾ എല്ലാവരും നിരന്തരം ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. എൻ്റെ പരിശീലന കാലഘട്ടത്തിൽ എനിക്ക് മിസ്ട്രസ്സായി കിട്ടിയ എൻ്റെ പ്രിയപ്പെട്ട തേക്കുംതോട്ടത്തിൽ ആനിയമ്മ എനിക്ക് വേണ്ടി നിരന്തരം മാതാവിൻ്റെ മുമ്പിൽ കരങ്ങൾ വിരിച്ചു പിടിച്ച് പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് സങ്കടങ്ങളിലൂടെ ഈ രോഗപീഠയുടെ വിഷമത്തിൽ എനിക്ക് ഉൾപ്പെടാൻ സാധിക്കുമോ എന്നുള്ള ആശങ്കയിൽ മുന്നേറിക്കൊണ്ടിരുന്ന കാലഘട്ടത്തിൽ എൻ്റെ അമ്മ, പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മ, അക്കരെ അമ്മ, അമ്മയുടെ മധ്യസ്ഥം തേടി പ്രാർത്ഥിച്ച് നിരന്തരം ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് ഉടുപ്പിടിയിലിൻ്റെ സമയമായപ്പോൾ എൻ്റെ രോഗപീഠ എന്നിൽ നിന്നും വിട്ടുപോയി. അതിന് അമ്മയോട് ഞാൻ ഒരുപാട് നന്ദി പറയുന്നുണ്ട്. അമ്മയുടെ കരങ്ങളാണ് അവിടെ നവഷീറ്റിൽ എനിക്ക് വേണ്ടി പ്രവർത്തിച്ചത്. എല്ലാവരും എനിക്ക് വേണ്ടി ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചിരുന്നു. എല്ലാവരും അമ്മയുടെ മധ്യസ്ഥം തേടി എനിക്ക് ജന്മം നൽകിയ എൻ്റെ അമ്മച്ചി ഒരുപാട് തപസ് ചെയ്ത് ത്യാഗത്തോടെ പ്രാർത്ഥിച്ചു. അതിൻ്റെയൊക്കെ ഫലമാണ് എൻ്റെ ഉടുപ്പിടിയിൽ നടന്നത്. ഉടുപ്പിട്ടതിന് ശേഷം ആദ്യമായിട്ട് ഞാൻ ശുശ്രൂഷ രംഗത്തേക്ക് കടന്നു വന്നപ്പോൾ എൻ്റെ ആദ്യത്തെ ശുശ്രൂഷ മണ്ഡലമായ ഒരു മിഷൻ പ്രദേശം, അതായത് മീൻകുഴി, അവിടേക്ക് കടന്നു ചെന്ന് എൻ്റെ ദിവ്യകാരുണ്യ ശുശ്രൂഷ ആരംഭിച്ച കാലഘട്ടത്തിൽ വീണ്ടും എന്നെ രോഗം പിടികൂടി. വീണ്ടും തലവേദന എന്ന് പറഞ്ഞാൽ അത് 5-6 ദിവസം അത് നീണ്ടു നിൽക്കും. എനിക്ക് നിൽക്കാൻ പോലുള്ള ശേഷിയില്ലാതെ ഞാൻ തളർന്നു വീഴും. അങ്ങനെയാണ് ഈ രോഗത്തിൻ്റെ കടുപ്പം എന്ന് പറയുന്നത്. വീണ്ടും രോഗങ്ങളിങ്ങനെ കൂടി വന്നപ്പോൾ എൻ്റെ മദർ പ്രമിഷിൽ എന്നോട് ആവശ്യപ്പെട്ടു. ഓരോ വർഷങ്ങളും ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ രോഗത്തിൻ്റെ മൂർച്ഛിന്നാവസ്ഥയിൽ. 7 വർഷം കഴിയുമ്പോൾ ഞാൻ നിത്യമായിട്ട് എൻ്റെ ഈശോയ്ക്ക് എന്നെ സമർപ്പിക്കേണ്ടതാണ്. നിത്യവ്രതം ഞാൻ അനുഷ്ഠിക്കേണ്ട വ്യക്തിയാണ്. അപ്പോൾ ഈ ജൂനിയർ കാലം മുഴുവൻ ഇങ്ങനെ രോഗങ്ങളും ശുശ്രൂഷകളും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോയ അവസരത്തിൽ അമ്മ എന്നോട് ആവശ്യപ്പെടുകയാണ് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ പോയി ഒരു ധ്യാനം കൂടാൻ. എൻ്റെ പ്രൊവിൻഷ്യലമ്മ എന്നോട് ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലേക്ക് ഒരു ധ്യാനം കൂടുവാനായിട്ട് ഞാൻ കടന്നു പോകുന്നത്. ആ ധ്യാനം ബഹുമാനപ്പെട്ട മാത്യു നായ്ക്കമ്പരമ്പിലച്ചനാണ് നയിച്ചിരുന്നത്. ആ ധ്യാനത്തിലൂടെയാണ് എനിക്ക് വലിയൊരു വിടുതൽ, വലിയൊരു സൗഖ്യം ലഭിച്ച് എൻ്റെ തലവേദന എന്നിൽ നിന്നും ഈ മൈഗ്രെയിന് വിട്ടുപോയത്. പരിശുദ്ധ അമ്മയോട് രാപകലില്ലാതെ ജപമാല ചൊല്ലി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അമ്മയുടെ തിരുക്കുമാരൻ്റെ വചനത്തിൻ്റെ ശുശ്രൂഷകയായിട്ട് എന്നെ മാറ്റണമേ, ഈ വലിയ രോഗപീഠകൾ എന്നിൽ നിന്നും മാറ്റിത്തരണമേ എന്ന് നിരന്തരം ആ ധ്യാനത്തിലൂടെ പ്രാർത്ഥിച്ച് അങ്ങനെ വലിയൊരു സൗഖ്യം ലഭിച്ചാണ് ഞാൻ 1991 ഈ നവീകരണ ശുശ്രൂഷയിലേക്ക് പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ചുകൊണ്ട് ഞാൻ കടന്നു വന്നത്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം 5-ാം തിരുവചനം. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുവിൻ. എൻ്റെ നവീകരണ ശുശ്രൂഷ ആരംഭിച്ച കാലഘട്ടം 1992 മുതലുള്ള കാലഘട്ടങ്ങളിൽ എൻ്റെ ശുശ്രൂഷ രംഗത്ത് അമ്മയുടെ അത്ഭുതകരമായ കരങ്ങളാണ് ഞാൻ കാണുന്നത്. ആദ്യമായിട്ട് ഞാൻ ശുശ്രൂഷ വേദിയിൽ ബഹുമാനപ്പെട്ട നായ്ക്കമ്പറമ്പിലച്ചനോടൊപ്പം കരിക്കോട്ടക്കരി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് കൺവെൻഷനിൽ സഹായിക്കുകയായിരുന്നു. ഞാൻ ആദ്യമായിട്ട് സ്റ്റേജിൽ കയറി ഒരു പ്രൈസ് ആൻഡ് വർഷിപ്പ് നടത്തിയത് ഇന്ന് ഞാൻ ഓർക്കുന്നു. പരിശുദ്ധ അമ്മയുടെ ആ വലിയ മധ്യസ്ഥം തേടി രാത്രി മുഴുവൻ ഞാൻ പ്രാർത്ഥിച്ചു. അമ്മേ, നാളെ ആദ്യമായിട്ട് ശുശ്രൂഷ രംഗത്തേക്ക് കയറാൻ പോകുകയാണ്. അമ്മ എൻ്റെ കൂടെ ഉണ്ടായിരിക്കണമേ. എത്ര ജപമാല ചൊല്ലിയെന്ന് എനിക്കറിയില്ല. ഒരു പ്രൈസ് ആൻഡ് വർഷിപ്പ് നടത്തുവാൻ വേണ്ടി
അമ്മയുടെ കരങ്ങളിൽ മുറുകെ പിടിച്ചുകൊണ്ട് ഞാൻ ആ സ്റ്റേജിൽ കയറി നിന്ന് പ്രൈസ് ആൻഡ് വർഷിപ്പ് നടത്തിയ സമയത്ത് ആദ്യം എനിക്കൊന്നും കിട്ടാതെ ഞാൻ 2 മിനിറ്റ് സമയം നിന്നുപോയി. അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മേ, അമ്മയുടെ മകളല്ലേ ഇവിടെ, അമ്മ എൻ്റെ അടുത്തേക്ക് വാ. മനസ്സിലിങ്ങനെ പറഞ്ഞു, തമ്പുരാൻ്റെ വലിയ കരം എൻ്റെ ആ വലിയ ശിരസിലേക്ക് വെച്ച് ആ 10 മിനിറ്റ് സമയം പ്രൈസ് ആൻഡ് വർഷിപ്പ് നടത്തി ഞാൻ ഇറങ്ങി വന്നപ്പോൾ ബഹുമാനപ്പെട്ട നായ്ക്കമ്പറമ്പിലച്ഛൻ എന്നോട് പറഞ്ഞു, വലിയ അനുഗ്രഹവും അഭിഷേകവുമാണ് സിസ്റ്ററിൻ്റെ ജീവിതത്തിലേക്ക് കർത്താവ് ചൊരിഞ്ഞിരിക്കുന്നത്. കർത്താവ് സിസ്റ്ററിനെ വലിയൊരു ഉപകരണമായിട്ട് ഉയർത്തും. അന്ന് തുടങ്ങിയ എൻ്റെ ശുശ്രൂഷകളിൽ പരിശുദ്ധ അമ്മ ഇടപെട്ട അവസരങ്ങൾ നിരവധിയാണ്. ഓരോ ധ്യാനങ്ങളിലും കടന്നു ചെല്ലുമ്പോൾ, ഓരോ ധ്യാന കേന്ദ്രങ്ങളിലും കടന്നു എന്ന് പരിശീലനം നേടിയ കാലഘട്ടങ്ങളിൽ, പ്രത്യേകിച്ച് കരിസ്ഭവന്, ഡിവൈൻ ധ്യാന കേന്ദ്രം, ഇവിടെയൊക്കെ പരിശീലനത്തിൽ വർഷങ്ങളായിരുന്ന കാലഘട്ടങ്ങളിൽ അമ്മ എന്നോട് സംസാരിക്കും. അമ്മ എന്നോട് പറയും, മകളെ, നിൻ്റെ കൂടെ എൻ്റെ മകനുണ്ട്. ഈ പരിശുദ്ധ അമ്മയുടെ വലിയ കടാക്ഷമാണ് എന്നെ ഇത്രത്തോളം ആക്കിയത്. ഞങ്ങളുടെ പ്രൊവിൻസിൻ്റെ ഭാഗമായിട്ടുള്ള സഞ്ജിയോ ധ്യാന കേന്ദ്രത്തിൻ്റെ ശുശ്രൂഷ നിർവഹണത്തിനായി എന്നെ അവിടെ ആക്കിയ നിമിഷം, ആ ധ്യാനകേന്ദ്രം ഞാൻ പറയും, അത് അമ്മയുടെ കരങ്ങളിലൂടെയാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. അമ്മ മിക്കവാറും അവിടെ സുഗന്ധം വർഷിച്ച് അമ്മ കൂടെ നിൽക്കും. ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അവിടുത്തെ നൈറ്റ് വിജിൽ നടക്കുന്ന സമയത്ത് സ്വരം കൂടുതലാണ് എന്ന് പറഞ്ഞ് മറ്റുള്ളവർ ബഹളം ഉണ്ടാക്കുന്ന സമയത്ത് പോലും അമ്മ അവിടെ ഇടപെടും. അമ്മ ഇടപെട്ട് അത് മാറ്റി അടുത്ത ആദ്യ വെള്ളിയാഴ്ച പ്രോഗ്രാമിലേക്ക്, നൈറ്റ് വിജിലിലേക്ക് ഇരട്ടി ആൾക്കാരെ കൊണ്ടുവരുന്ന അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. നിരന്തരമായിട്ടുള്ള ഈ ജപമാല അമ്മയുടെ തിരുമുമ്പിൽ ചെല്ലി മുട്ടുമ്പേൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ, പ്രത്യേകിച്ച് മെറ്റലൊക്കെ ഇട്ട് മെറ്റലിൻ്റെ മുകളിൽ മുട്ടുകുത്തി കൈവിരിച്ച് പിടിച്ച് ഒരുപാട് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചാണ് ആ ധ്യാന കേന്ദ്രത്തിലേക്ക് നാടിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ കടന്നു വരികയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. ഓരോ മാസത്തിലും താമസിച്ചുള്ള ധ്യാനം, ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ പോയ അവസരത്തിൽ ധ്യാന കേന്ദ്രത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗത്തായിട്ട് പരിശുദ്ധ അമ്മ ഉണ്ണീശോയും പിടിച്ചിരിക്കുന്ന ഒരു രൂപമുണ്ട്. ആ രൂപത്തിൻ്റെ മുൻപിൽ വന്നിരുന്നു കൊണ്ട് ഞാൻ കണ്ണീരൊഴുക്കി ജപമാല ചൊല്ലി അമ്മയോട് പ്രാർത്ഥിക്കും, അമ്മേ, ഈ ധ്യാനം മുന്നോട്ട് പോകണം. ഇത്രയും മക്കൾ കടന്നു വന്നിട്ടുണ്ട്, അവർക്ക് ഭക്ഷണം കൊടുക്കാൻ തികയുന്നില്ല, കാര്യങ്ങൾ മുൻപോട്ട് പോകാനായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. അമ്മേ, അമ്മ കടന്നു വരണം. പറഞ്ഞു കഴിയുമ്പോൾ അടുത്ത നിമിഷം അമ്മ എന്നെ ഒന്ന് നോക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അടുത്ത നിമിഷം അവിടെ എത്തിക്കഴിഞ്ഞു, ആരെങ്കിലും സാമ്പത്തിക സഹായവുമായിട്ട്. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ അമ്മയുടെ കരങ്ങളിലൂടെ ഈ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചതിലൂടെ കടന്നു വന്നിട്ടുണ്ട്. ധ്യാനങ്ങളിലും മറ്റുള്ള ശുശ്രൂഷകളിലുള്ള എതിർപ്പുകളൊക്കെ മാറ്റുന്നത് രാത്രിയുടെ യാമങ്ങളിൽ ഈ അമ്മയുടെ അടുത്ത് വന്നിരുന്ന് മുട്ടുകുത്തി കൈവിരിച്ചു പിടിച്ച് ജപമാല ചെല്ലുന്ന ജപമാല അർപ്പണത്തിൻ്റെ ഭാഗമായിട്ട് പിറ്റേ ദിവസം ആ പ്രശ്നം നീങ്ങിയിരിക്കും. ഓരോ ധ്യാനം നടത്തുവാനായിട്ട് ടീമിനെ വിളിച്ചു കഴിയുമ്പോൾ, ഓരോ ടീം ഓരോ സ്ഥലത്ത് നിന്ന് കടന്നു വന്നു കഴിയുമ്പോൾ, അല്ലെങ്കിൽ അവർ ആദ്യം ബുക്ക് ചെയ്ത് നമുക്ക് എത്താമെന്ന് പറയുന്ന ടൈമിൽ എത്താതെ വരുമ്പോൾ അമ്മയോട് ഞാൻ ചെന്ന് പറയും, അമ്മയുടെ അടുത്ത് ഒരു സ്വന്തം മകള് ചെന്ന് പറയുന്ന പോലെ അമ്മയെ ഞാൻ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറയും, അമ്മേ, ദേ ഈ അച്ഛൻ ഇന്ന് വരുന്നില്ല, ശുശ്രൂഷ നയിക്കാനുള്ള കൃപ തരണേ, അതിന് പകരമുള്ള ആളിനെ കൊണ്ടുവരണമേ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അടുത്ത നിമിഷത്തിൽ അമ്മയുടെ അടുത്ത് നിന്ന് ആരെങ്കിലും വിളിച്ചാൽ ആ വിളി കേട്ട് അവിടെ ഉടനടി എത്തിക്കഴിയും. ശുശ്രൂഷയ്ക്ക് ഒരു തടസ്സവുമില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് ഏറെ വർഷങ്ങൾ അമ്മേനെ സഹായിച്ചിട്ടുണ്ട്. ഇപ്പോഴും അമ്മയുടെ കരങ്ങളിലൂടെയാണ് ഞാൻ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അമ്മയുടെ ആ ഇടപെടലിന് എത്ര നന്ദി പറഞ്ഞാലും മതിവരാത്ത അനുഭവങ്ങളാണ്. എൻ്റെ അമ്മ വെന്റിലേറ്ററിൽ കിടക്കുന്ന അവസരത്തിൽ പോലും ഞാൻ വചനം പ്രഘോഷിക്കാനായിട്ട്
കടന്നുപോയിട്ടുണ്ട്. വലിയൊരു കൺവെൻഷൻ്റെ സമയത്താണ്, കലൈപുരത്തൊരു കൺവെൻഷൻ നടക്കുന്ന സമയത്താണ് എൻ്റെ അമ്മ വെന്റിലേറ്ററിൽ കിടക്കുന്നത്. ആ സമയത്ത് പരിശുദ്ധ അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മ എന്ന് എൻ്റെ അമ്മച്ചിയുടെ അടുത്തുണ്ടായിരിക്കണം. ഞാൻ ഈ ശുശ്രൂഷ അമ്മയുടെ പുത്രൻ്റെ നാമത്തെ മഹത്വപ്പെടുത്താൻ ഇവിടെ നിൽക്കും. അമ്മ അവിടെ ഉണ്ടായിരിക്കണം. ആ കൺവെൻഷൻ തീരുന്നത് വരെ എൻ്റെ അമ്മയ്ക്കൊരു കുറവുമില്ലാതെ എൻ്റെ പരിശുദ്ധ അമ്മ എൻ്റെ അമ്മച്ചിയുടെ അടുത്ത് കാവലായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നിരവധി സംഭവങ്ങളിലൂടെ ശുശ്രൂഷ രംഗത്ത് എൻ്റെ അമ്മ എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ലൂക്ക 1:49-50 തിരുവചനം. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. എൻ്റെ വ്യക്തിപരമായ ശുശ്രൂഷയിലൂടെ ഞാൻ മുന്നേറിയപ്പോൾ പരിശുദ്ധ അമ്മ ഇടപെട്ട അവസരങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ടത് സാഞ്ചിയോ ധ്യാന കേന്ദ്രത്തിന് ചുമതല വഹിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ പരിശുദ്ധ അമ്മയുടെ ഒരു ഗ്രോട്ടോ വേണമെന്ന് അതിയായി ആഗ്രഹിച്ചു. നിരന്തരം രാത്രിയുടെ യാമങ്ങളിൽ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് അമ്മേ, നിനക്ക് ഇവിടെയൊരു ഗ്രോട്ടോ പണിയുവാൻ, കടന്നു വരുന്ന ദൈവമക്കൾക്ക് പ്രാർത്ഥിക്കുവാൻ, വലിയൊരു അനുഭവം ലഭിക്കുവാൻ, അമ്മേ ഈ ഗ്രോട്ടോ പണിയുവാൻ അമ്മ എന്നെ സഹായിക്കണമേ. നിരന്തരം പ്രാർത്ഥിച്ച് ഞാൻ പഠിപ്പിച്ച ഒരു സ്റ്റുഡൻറ്റ് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, സിസ്റ്റർ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, അവന് ഇന്ന് ദുബൈയിൽ ഒരു എൻജിനീയറായിട്ട് ജോലി ചെയ്യുന്നവനാണ്. ആ മകൻ വന്ന് എന്നോട് പറയുക, സിസ്റ്റർ എന്തെങ്കിലും ആവശ്യം, സിസ്റ്ററിന് വണ്ടി വേണമെങ്കിൽ ഞാൻ മേടിച്ചു തന്നോളാം, എന്താ സിസ്റ്ററിന് ആവശ്യം ഉള്ളത് എന്ന് പറയുക. ആ മകനോട് ഞാൻ പറഞ്ഞു, മോനെ ഇങ്ങനെ ഒരു ഗ്രോട്ടോ ഇവിടെ പണിയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എൻ്റെ കൊച്ചത് ചെയ്തു തരുവാണെങ്കിൽ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ്. ആ പ്രിയപ്പെട്ട രാജേഷ് പുത്തൻപര അവിടെ മാതാവിനായിട്ട് ഒരു ഗ്രോട്ടോ പണിതു. അതെൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു കൃപയും അനുഗ്രഹവും അമ്മ ചെയ്തു തന്ന ഏറ്റവും വലിയൊരു കൃപയായിട്ട് ഞാനതിനെ കാണുകയാണ്. വീണ്ടും ഞാൻ ഒരു ധ്യാനത്തിനായിട്ട് ഓറിസ്സയിലേക്ക് പോയ അവസരത്തിൽ അവിടുത്തെ ഭാഷ നമുക്ക് അറിയില്ല. ഞങ്ങൾ മലയാളത്തിലോ ഇംഗ്ലീഷിലോ അവിടെ ധ്യാനം കണ്ടക്ട് ചെയ്യണം. അവിടുത്തെ ഒറീസയിലെ അച്ഛന്മാർ അത് അവരുടെ ഭാഷയിലാക്കി മാറ്റും. അപ്പോൾ കൂടെ പോയ അച്ഛന് എന്നോട് പറഞ്ഞു, സിസ്റ്റർ ഇംഗ്ലീഷിൽ അവിടെ ടോക്ക് കൊടുക്കണം, ദൈവസ്നേഹത്തിൻ്റെയും ക്ഷമയുടെയും ടോക്ക്, കുടുംബജീവിതത്തെക്കുറിച്ചുള്ള ടോക്ക്, 3 ടോക്കുകൾ ഇംഗ്ലീഷിൽ കൊടുക്കണം. പരിശുദ്ധ അമ്മയുടെ ആ പാദങ്ങളിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, അമ്മേ ഇംഗ്ലീഷ് വലിയ വശമില്ല, സംസാരിക്കാൻ പാഠവുമില്ല, അമ്മ എൻ്റെ കൂടെ നിൽക്കണം, അമ്മ എൻ്റെ കൂടെ നിന്ന് ഈ ടോക്ക് ഏറ്റെടുത്ത് അമ്മ പറയണം. അമ്മേ എൻ്റെ അധരങ്ങളിൽ അമ്മയുടെ ആ കരങ്ങൾ ചലിക്കണം. നിലവിളിച്ച് രാത്രിയുടെ യാമങ്ങളിൽ അമ്മയോട് ചേർന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് 3 ടോക്കുകളും ഇംഗ്ലീഷിൽ തന്നെ ഏറ്റവും അഭിഷേകത്തോടെ ആ വലിയ വില്ലേജിൽ കൊടുക്കുവാനായിട്ട് അമ്മ എന്നെ അനുഗ്രഹിച്ചു. വലിയൊരു അത്ഭുതമായിട്ടാണ് ഞാൻ ഇന്നും അത് കാണുന്നത്. 1917 കരിസ്മാറ്റിക്കിൻ്റെ ജൂബിലി പ്രമാണിച്ച് കേരളത്തിൽ നിന്ന് ഒരു ടീം ഫ്രാൻസിസ് പപ്പായോടൊപ്പം റോമിലായിരിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് കേരള ടീം യാത്ര പുറപ്പെട്ടു. ആ കൂട്ടത്തിൽ എന്നെയും കൂടി ഈശോ ചേർത്ത് വെച്ചു. അത് പരിശുദ്ധ അമ്മയുടെ വലിയ കരങ്ങളാണെന്നാണ് ഞാൻ പറയുന്നത്. അവിടെ ചെന്ന് ശുശ്രൂഷകൾ അവിടെ പാപ്പായോടൊപ്പമുള്ള നൈറ്റ് വിജിൽ, ഈ നൈറ്റ് വിജിലിൽ ഏറ്റവും കൂടുതൽ ഞാൻ ആഗ്രഹിച്ചു, പരിശുദ്ധ അമ്മയോട് പറഞ്ഞു, അമ്മേ എന്നെ പാപ്പായുടെ അടുത്ത് വരെ ഒന്ന് എത്തിക്കണേ, അങ്ങോട്ട് കയറി ചെല്ലാൻ പറ്റില്ലെങ്കിലും പപ്പായ ഒന്ന് അടുത്ത്. വലിയ അമ്മയുടെ ഇടപെടൽ അവിടെ ഉണ്ടായിരുന്നു. ഏറ്റവും ഒരു നമുക്ക് കാണാവുന്ന രീതിയിൽ പപ്പായുടെ അടുത്തേക്ക് ഒരു 5-6 റോ ഇപ്പുറത്തായിട്ട് ഇരുന്നു കൊണ്ട് പപ്പായെ
കാണാനായിട്ട് സാധിച്ചു, നൈറ്റ് വിജിലിൽ പങ്കെടുക്കാനായിട്ട് സാധിച്ചു. അതിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്, അമ്മയോട് ഞാൻ രാത്രിയിലെല്ലാം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, അമ്മേ എനിക്ക് പാപ്പായെ ഒന്ന് അടുത്ത് കാണണം. ബുധനാഴ്ച അങ്ങനെ പാപ്പ പൊതുജനത്തെ കാണുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് കേരള ടീമിനും അവിടെ പ്രവേശിക്കാനായിട്ട് വത്തിക്കാൻ സ്ക്വയറിൽ അവിടെ കടന്നു ചെന്ന് പപ്പാവിടെ ആ ബ്ലെസ്സിങ് സ്വീകരിക്കാനായിട്ടുള്ള അവസരം ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ വലിയ ജനാവലിയോടൊപ്പം നിന്നപ്പോൾ ഞാൻ ഇങ്ങനെ അമ്മയോട് പറഞ്ഞു, അമ്മേ പാപ്പ എൻ്റെ അടുത്ത് വരുമ്പം ഒരു ബ്ലെസ്സിങ് എനിക്ക് അമ്മ മേടിച്ച് തരണം, ഒരു ബ്ലെസ്സിങ് മേടിച്ച് തന്നേ മതിയാവൂ. ഇങ്ങനെ പാപ്പായെ ഇങ്ങനെ തുറന്ന ജീപ്പിൽ പാപ്പായെ ഇങ്ങനെ വരിക, എല്ലാവർക്കും ബ്ലെസ്സിങ് കൊടുത്ത് ഞാൻ എങ്ങനെയോ കൂട്ടം വിട്ട് ആഫ്രിക്കക്കാരുടെ ആ ഇടയിലേക്ക് ചെന്നുപോയി. എൻ്റെ കൂടെയുള്ളവരൊക്കെ അപ്പുറത്തും ഇപ്പുറത്തുമായിപ്പോയി, പക്ഷേ ഞാൻ ആഫ്രിക്കൻ ആ ഗ്രൂപ്പിൻ്റെ കൂട്ടത്തിലായിപ്പോയി. അവിടെ നിന്നപ്പോൾ എന്നെ ഒരു വൈദികൻ, ഒരു ആഫ്രിക്കക്കാരൻ അച്ഛന് ചേർത്ത് ആ ഏറ്റവും ഫ്രണ്ടിലേക്ക് എന്നെ കയറ്റി നിർത്തി. പരിശുദ്ധ അമ്മേ ഒന്ന് വരണേ, പാപ്പ എൻ്റെ അടുത്ത് വരുമ്പോൾ ഒന്ന് നിന്നൊരു ബ്ലെസ്സിങ് എനിക്ക് മേടിച്ചമ്മ തരണേ, ഉള്ളിൽ പറഞ്ഞുകൊണ്ട് ജപമാലയെ എടുത്ത് ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് എല്ലാവരും പാപ്പ കടന്നു വരുമ്പോഴത്തേക്കും സന്തോഷത്താൽ വിവായിൽ പാപ്പ എന്ന് വിളിച്ച് പറയുന്ന സമയത്ത് അമ്മ ഇടപെട്ടു. പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പ വന്ന് എൻ്റെ നേരെ അവിടെ വന്ന് നിന്നു. ഒരു ബ്ലെസ്സിങ് ആയിരുന്നു. ഞാൻ എന്ത് ചെയ്യണമെന്നറിയാതെ പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ട് നിലവിളിച്ച് കരഞ്ഞുപോയി, അമ്മേ മാതാവേ നന്ദി നന്ദി നന്ദി. വലിയൊരു അമ്മയുടെ ഇടപെടലായിട്ട് ആ സമയത്തെ ഞാൻ കാണുകയായി. വീണ്ടും എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച അമ്മ ഇടപെട്ട ഒരു അത്ഭുതമാണ്, ഒരു വലിയ അത്ഭുതം തന്നെയാണത്. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ലൈസൻസ് എടുക്കണമെന്നുള്ളത്. ഇത്രയും കാലത്തിനിടയ്ക്ക് ഇത് സംഭവിക്കുമെന്ന് അല്ലെങ്കിൽ ഇതെനിക്ക് സാധിച്ചു കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. എങ്കിലും പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചാൽ അമ്മ എന്നെ ഉപേക്ഷിക്കില്ലെന്ന് തീർച്ചപ്പെടുത്തിക്കൊണ്ട്, കാരണം ഈ ശുശ്രൂഷകൾക്കൊക്കെ പോകുമ്പോൾ മഴക്കാലത്തൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളാണ്. ബസ്സിലൊക്കെ കയറിയുള്ള യാത്ര ഒരുപാട് ബുദ്ധിമുട്ട് വരുന്നതുകൊണ്ട് പല ആത്മീയ നേതൃത്വം നൽകുന്ന പല വൈദികരും പറഞ്ഞു, സിസ്റ്റർ എങ്ങനെയെങ്കിലും ഡ്രൈവിങ് പഠിച്ചെടുക്ക്, ഞങ്ങൾ എല്ലാവരും കൂടി എങ്ങനെയെങ്കിലും, പ്രത്യേകിച്ച് അന്നത്തെ കാലത്തൊക്കെ മലങ്കര സഭയിലും ലത്തീൻ സഭയിലൊക്കെയാണ് ഞാൻ കൂടുതലായിട്ട് ശുശ്രൂഷകൾ ചെയ്യുന്നത്. അപ്പോൾ മലങ്കര സഭയിലെ വൈദികർ എൻ്റെ സ്വന്തം സഹോദരങ്ങളെപ്പോലെ തന്നെയാണ്. അതുപോലെ തന്നെയാണ് ലത്തീൻ സഭയിലെ അച്ഛന്മാരും. ഇവരെല്ലാവരും കൂടി എന്നോട് പറഞ്ഞു, ഒന്ന് പഠിക്ക് സിസ്റ്ററെ, ഞങ്ങൾ എന്തെങ്കിലും ചെയ്തു തരാം. അങ്ങനെ ഡ്രൈവിങ് പഠിക്കാനായിട്ട് ആഗ്രഹിച്ചു. ഡ്രൈവിങ്ങിന് വേണ്ടി ചെന്ന് ചേർന്നു. ഡ്രൈവിംഗ് സ്കൂളിൽ പോയി ഡ്രൈവിങ് പഠിച്ച് അവസാനം ലൈസൻസ് എടുക്കേണ്ട ടൈമായി. ലൈസൻസിൻ്റെ ആ സമയത്ത് 2 പ്രാവശ്യവും ലൈസൻസിൻ്റെ എടുക്കുന്ന ആ സ്പോട്ടിൽ കമ്പി തട്ടി എൻ്റെ അവസരങ്ങൾ നഷ്ടപ്പെട്ടു. എനിക്ക് ലൈസൻസ് കിട്ടുകയില്ല എന്നെൻ്റെ മനസ്സിലങ്ങ് പറയാൻ തുടങ്ങി. അവസാനം ഞാൻ എൻ്റെ ആശാനോട് പറഞ്ഞു, ആശാനെ എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയാം, റോഡിലൂടെ വണ്ടി ഓടിക്കാൻ നന്നായിട്ടറിയാം, പക്ഷേ ഈ നിബന്ധന പാലിച്ചുകൊണ്ട് ഇതിനകത്തൂടെ ഓടിച്ച് എനിക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ആശാൻ എന്നോട് പറഞ്ഞു, സിസ്റ്റർ വിഷമിക്കാതെ, ഞാൻ ഇതിൻ്റെ ഉദ്യോഗസ്ഥനോടൊന്ന് പറഞ്ഞു നോക്കട്ടെ സിസ്റ്ററിന് ലൈസൻസ് കിട്ടുമോ ഇല്ലയോ എന്ന്. ആ ഉദ്യോഗസ്ഥനോട് ചെന്ന് എൻ്റെ ആശാൻ പറഞ്ഞു, സിസ്റ്റർ നന്നായിട്ട് വണ്ടി ഓടിക്കുന്ന ആളാണ്, പക്ഷേ ഇവിടെ സാറിനെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഭയമാണ്, അതുകൊണ്ട് വണ്ടി ഓടിച്ച് കാണിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് എങ്ങനെയെങ്കിലും സിസ്റ്ററിനെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. അപ്പോൾ ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞു, ഇവിടെ ഒരു ഹെൽപ്പും ഇല്ല, വണ്ടി ഓടിച്ച് കാണിച്ചാൽ ലൈസൻസ് കൊടുക്കും, അല്ലാതെ പറ്റില്ല. ഞാൻ ഉള്ളിൽ ഒത്തിരി കരഞ്ഞു. പുറമേ കാണിക്കാൻ പറ്റുന്നില്ലല്ലോ, ഒരുപാട് സങ്കടം. അപ്പോൾ ആശാൻ എന്നോട് പറഞ്ഞു, സിസ്റ്ററെ ഓടിച്ച് കാണിക്കാതെ തരില്ല. മാതാവിനോട് അങ്ങ് ജപമാല ചൊല്ലി ആ ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് ഞാൻ അങ്ങ് കരഞ്ഞ് പ്രാർത്ഥിക്കുക. അപ്പം അറിയാവുന്നവരൊക്കെ ഒന്ന് എന്നോട് പറഞ്ഞു, സിസ്റ്ററെ വിഷമിക്കാതെ, സിസ്റ്റർ ഒന്നുകൂടെ, ഇനി ഒറ്റ ചാൻസേ ഉള്ളൂ, ആ ചാൻസ് സിസ്റ്ററിന് തമ്പുരാൻ അനുഗ്രഹിക്കും, കയറിക്കോ സിസ്റ്റർ, വിഷമിക്കണ്ട. ഞാൻ ഒരു ജപമാല എപ്പോഴും എൻ്റെ പോക്കറ്റിൽ കാണും, ഒരു ജപമാല എൻ്റെ ബെൽറ്റിൽ കാണും. ഈ ഒരു ജപമാല, ഒരു കൈക്കൊന്ത, ഒരു വാച്ച് പോലുള്ളൊരു കൊന്ത പെട്ടെന്ന് ഞാൻ എൻ്റെ കയ്യിലിട്ടിട്ട് അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മയുടെ മകൻ്റെ ശുശ്രൂഷയ്ക്ക് പോകാനായിട്ടാണ് അമ്മ ഈ ടെസ്റ്റ് എനിക്ക് ഒന്ന് പാസ്സാക്കാൻ അമ്മ ഈ
സ്റ്റിയറിങ്ങെ പിടിച്ചിരിക്കണം. ഞാൻ അമ്മയുടെ അടുത്തിരിക്കും. അമ്മ എൻ്റെ അടുത്തിരുന്ന് ഈ ലൈസൻസ് എനിക്കൊന്ന് എടുത്തു തരണം. എങ്കിൽ മാത്രമേ ഇനി ശുശ്രൂഷയ്ക്കായിട്ട് ഞാൻ പോകുന്നുള്ളൂ. അമ്മ എന്നെ ഒന്ന് അനുഗ്രഹിക്ക്. അങ്ങനെ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ അമ്മയോട് പറഞ്ഞ് തിരുസുതനോട് എനിക്ക് വേണ്ടി ഇത് മേടിച്ച് തരണം, പറഞ്ഞ് ചെയ്തു തരണം. അങ്ങനെ ഞാൻ ലൈസൻസിനായിട്ട് ടെസ്റ്റിനായിട്ട് കയറുകയാണ്. ഈ ജവമാല കയ്യിലുണ്ട്, ജവമാല പോക്കറ്റിലുണ്ട്, ജവമാല കഴുത്തേലുണ്ട്, ജവമാല ബെൽറ്റേലുണ്ട്. നിരന്തരം നന്മ നിറഞ്ഞ മറിയവും പരിശുദ്ധ മറിയവും ചൊല്ലി ഞാൻ ആ ലൈസൻസ് എടുക്കാനായിട്ട് ആ കാർ ഓടിച്ച് പോയി തിരിച്ച് ഒരു കുറവും കൂടാതെ തിരിച്ചെത്തി എന്നുള്ളതാണ്. എനിക്ക് മുമ്പേ പോയത് 2 പെൺകുട്ടികളായിരുന്നു. ആ 2 പേരും പ്രായം കുറഞ്ഞവരാണ് എന്നേക്കാൾ. അവർ പോയിട്ട് അവരുടെ തിരിച്ചുള്ള വരവിൽ ആ കമ്പി തട്ടി അവരെല്ലാം ഔട്ടായി. അടുത്ത 3ാമത്തെ സ്ഥാനം എനിക്ക് 3ാം ചാൻസ് എൻ്റേതാണ് കിടക്കുന്നത്. ആ സമയത്ത് ഞാൻ അമ്മയോട് പറഞ്ഞ് ഈ വണ്ടിയെടുത്ത് പോയി തിരിച്ചൊരു കുറവും കൂടാതെ ഭംഗിയായിട്ട് ഡ്രൈവ് ചെയ്ത് ആ ലൈസൻസ് പൂർത്തീകരിക്കാൻ എനിക്ക് സാധിച്ചു. അപ്പോൾ ആ മേലുദ്യോഗസ്ഥൻ പറഞ്ഞു, ഇത്രയും നന്നായിട്ട് ചെയ്യാൻ അറിയാവുന്ന സിസ്റ്ററാണോ ഇത്രയും വിഷമിച്ചത്? ഇപ്പോഴും ഞാൻ ഉറക്കെ പറയും, എൻ്റെ അമ്മയാണ് ആ ഡ്രൈവ് ചെയ്ത് ആ ലൈസൻസ് ഭംഗിയായിട്ടെടുക്കാൻ അമ്മ എന്നെ സഹായിച്ചത്. അമ്മയാണത് ചെയ്തത്. അമ്മയുടെ ഇടപെടൽ എങ്ങനെ ജീവിതത്തിൽ ഒരുപാട് പ്രത്യേകിച്ച് എൻ്റെ ഏത് ഭൗതിക കാര്യം ഞാൻ ചോദിക്കട്ടെ, ശുശ്രൂഷയ്ക്കായിട്ട് ചോദിക്കട്ടെ, അമ്മ എൻ്റെ കൂടെ നിന്നുകൊണ്ട് അത് ചെയ്തു തരികയാണ്. ഈ ജപമാലയാണ് എൻ്റെ ശക്തി. ഈ ജപമാല കൊണ്ടാണ് ഞാൻ ഏത് സ്ഥലത്തേക്കും യാത്ര ചെയ്യുന്നത്. ആർക്കൊക്കെ ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് ഈ നാളുകൾ ഞാൻ കടന്നു ചെന്നിട്ടുണ്ടോ അവിടെയെല്ലാം ഈ ജപമാലയിലാണ് അമ്മയുടെ ശക്തി ഞാൻ കാണുന്നത്. ഏത് മാനസിക പീഡകൾ അനുഭവിക്കുന്നവരാകട്ടെ, ഏത് ബുദ്ധിമുട്ട് നിറഞ്ഞ ജീവിതം നയിക്കുന്ന കുടുംബത്തിലേക്കായിട്ട് കടന്നു ചെല്ലുന്നത് ഈ ജപമാലയുമായി ഉള്ളിൽ വിശുദ്ധ കുർബാനയിൽ വസിക്കുന്ന ഈശോയുടെ ശക്തിയും പരിശുദ്ധ അമ്മയുടെ ഈ സാന്നിധ്യവുമാണ് ഓരോ ശുശ്രൂഷയും നിർവഹിക്കുവാൻ എന്നെ സഹായിച്ചു കൊണ്ടിരിക്കുന്നത്. ഓരോ സ്ഥലത്തേക്ക് യാത്ര ചെയ്യുമ്പോഴും എത്ര ജപമാല ഞാൻ ചെല്ലുന്നുണ്ടെന്ന് എനിക്ക് പോലും അറിഞ്ഞുകൂടാ. ഞാൻ കിടക്കുന്ന സമയത്ത് പോലും ഈ ജപമാല കൈപ്പിടിച്ചല്ലാതെ ഞാൻ കിടക്കില്ല. ഈ ജപമാലയിലൂടെ ഓരോ നന്മ നിറഞ്ഞ മറിയവും പരിശുദ്ധ മറിയവും ചൊല്ലിക്കൊണ്ടാണ് എൻ്റെ ഓരോ വൈകിട്ടത്തെ ഉറക്കവും. അങ്ങനെ ഈ ജപമാലയാണ് എൻ്റെ സന്തത സഹചാരിയായി എൻ്റെ കൂടെ നിൽക്കുന്നത്. പരിശുദ്ധ അമ്മയുടെ തിരുസാന്നിധ്യം ജീവിതത്തിലുടനീളം അനുഭവിച്ചറിഞ്ഞ് ഇന്ന് തിരുസുതന് നന്ദി അർപ്പിച്ചുകൊണ്ട് ഈ ശുശ്രൂഷാ ജീവിതത്തിൽ മുന്നേറുവാൻ ഏത് സങ്കടങ്ങൾ നിറഞ്ഞ, ഏത് അനർത്ഥങ്ങൾ നിറഞ്ഞ ഒരുപാട് ബുദ്ധിമുട്ടേറിയ ശുശ്രൂഷകളും ആകട്ടെ, അവിടെയെല്ലാം സന്തോഷത്തോടെ അമ്മയുടെ തിരുസുതൻ്റെ തിരുഹിതം, ആ തിരുഹിതത്തിന് മഹത്വം കൊടുക്കുവാൻ അമ്മ ഇന്നെന്നെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു. അമ്മയുടെ ആ വലിയ ഇടപെടലിനും അമ്മയുടെ വലിയ പരിപാലനയ്ക്കും കരുതലിനും നന്ദി പറയുന്നു. അമ്മേ മാതാവേ, എനിക്കായി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. അമ്മേ.